uh, scheme of valuation of network theory second series. ആക്ച്വലി ഞാനിത് റെക്കോർഡ് ചെയ്യാൻ കാരണം നമ്മുടെ സെക്കൻഡ് സീരീസിൻ്റെ പേപ്പർ നോക്കിയപ്പം ഒരുപാട് പേര് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് നോട്ട് ഇൻ എ പ്രോപ്പർ വേ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താണോ എയിം ചെയ്യുന്നത് ആ ഒരു രീതിയിലല്ല ആൻസർ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ ഇതിൽ പറയാം. അപ്പം അതൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഡെറിവേഷൻസ് ഒന്നും ഞാൻ ഇതിൽ പറയില്ല. ജസ്റ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ലൂപ്പിക്വേഷൻ എഴുതാൻ ശ്രമിക്കാം. ആൻഡ് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും, സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് സെക്കൻഡ് വൺ, എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ എയിം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഇപ്പം നമ്മൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിന് നമ്മൾ 10 മാർക്കിൻ്റെ എസ് എ ആയിട്ട് എഴുതിയെന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് കിട്ടില്ല. എന്താണോ ആ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എഴുതിയാലേ അവിടെ നമുക്ക് ഫുൾ വെയിറ്റേജ് കിട്ടുള്ളൂ. ബാക്കി വേറൊരു മെത്തേഡിൽ ചെയ്താൽ we will not get any weightage for that answer. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം തന്നെയാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫോർ ഡി സി നെറ്റ്വർക്ക്. ആക്ച്വലി ഞാൻ ഡി സി നെറ്റ്വർക്ക് സ്പെസിഫൈ ചെയ്യാൻ കാരണം ഡി സി നെറ്റ്വർക്ക് മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എ മാക്സിമം പവർ ക്യാൻ ട്രാൻസ്ഫർ ഫ്രം എ സോഴ്സ് ടു ലോഡ്. Actually here it is a DC source, DC ആയതുകൊണ്ട് you can represent using DC source Vs with an internal resistance Rs. A maximum power will transfer from this source to load resistance RL if the load resistance is equal to the source resistance or RL is equal to Rs. ഇത് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി as per this question, this statement having 1 mark and the derivation having 2 marks. Unfortunately ഒരു less than 10 students മാത്രമേ അത് പ്രൂവ് ചെയ്തിട്ടുള്ളൂ. even though I give 2 mark weightage for the statement with equation. അതിൽ പവറിൻ്റെ വാല്യൂ, ഇപ്പം മാക്സിമം പവറിൻ്റെ വാല്യൂ പി മാക്സ് എന്ന് പറയുന്നത് VS²/4 RS എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്, ഒരു മാർക്ക് കൂടെ കൊടുത്തു. സോ ടോട്ടൽ 2 മാർക്സ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതൊന്ന് നോക്കാം. ആൻഡ് മോസ്റ്റ് സെക്കൻഡ് വൺ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇനിഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈൻഡ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ വിച്ച് ഹാവിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം f(s). ഇത് ഒരു 80% ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തു, ബട്ട് ഐ തിങ്ക് ഓൺലി 5% ഓഫ് സ്റ്റുഡൻസ്, ഓ 5 to 10% ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ 6-7 അല്ലെങ്കിൽ മാക്സിമം 10 പേർക്ക് മാത്രമാണ് അതിന് വെയിറ്റേജ് കിട്ടിയത് അല്ലെങ്കിൽ മാർക്ക് കിട്ടിയത്. ബാക്കി ആരും കറക്റ്റായിട്ടല്ല ചെയ്തത്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേറ്റ് ദ ഇനിഷ്യൽ വാല്യൂ തിയറം, യു വിൽ ഗെറ്റ് 1 mark ഫോർ ദാറ്റ് വൺ. ആൻഡ് ഫൈൻഡിങ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ദിസ് വൺ യു വിൽ ഗെറ്റ് 2 marks. സോ അതിൻ്റെ വെയിറ്റേജ് അങ്ങനെയാണ് യൂഷ്വലി വരുന്നത്. ഇനിഷ്യൽ വാല്യൂ തിയറം പറയുന്നത് എത്രയേ ഉള്ളൂ. ഇഫ് ആൻ എഫ് ഓഫ് ടി ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഹാവ് എ ലാപ്ലേസ് ട്രാൻസ്ഫോം f(s), then you can find the value of f(0). ഓ f(0) നമുക്ക് പറയാം. f(0) അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതും ലിമിറ്റ് t tends to 0 f of t, we can find it from its Laplace transform. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് വി നീഡ് ടു ടെൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം എസ്സിലാണ്. സോ ലിമിറ്റ് s tends to infinity s into f(s). ഈ ഒരു ഇക്വേഷൻ മാത്രം എഴുതിയാൽ വിൽ ഗിവ് 1 mark. ആൻഡ് ഇതിൻ്റെ ഇത് സോൾവ് ചെയ്യാൻ ആക്ച്വലി നമ്മൾ ഈ ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂ f(s)ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഈ f(s)ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. മീൻസ് ഐ തിങ്ക് മോർ ദാൻ 2 pages എടുത്ത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഐ ഗീവ് 0 mark ഫോർ ദാറ്റ്, ബിക്കോസ് അവിടെ അതിന് വെയിറ്റേജ് ഇല്ല. നമ്മളെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ വിച്ച് ഹാവിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം f(s) യൂസിങ് ഇനിഷ്യൽ വാല്യൂ തിയറം. ബിക്കോസ് ഇനിഷ്യൽ വാല്യൂ തിയറം കഴിഞ്ഞിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ സ്പെസിഫൈ ചെയ്തതാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു അപ്ലൈ ദാറ്റ് ഓൺ. ഞാൻ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് 2 സ്റ്റെപ്പിൽ തീരും. സോ ഇതിൽ ഞാൻ ഇനിഷ്യൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് f(0) വിൽ ചേഞ്ചസ് ടു ലിമിറ്റ് s tends to infinity s into s² plus 1 divided by s plus 3
5s plus 5 എന്ന് വരും. സോ ഒരു എസ് കൂടെ ഉണ്ടായിരുന്നു ഡിനോമിനേറ്ററിൽ. ദീസ് ടു എസ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഒരിക്കലും നമുക്ക് s ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള ഒരു ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ 1/s ടൈമിലാക്കും. സോ വിൽ ടേക്ക് ദ ഹയസ്റ്റ് പവർ ഔട്ട് സൈഡ്, ലിമിറ്റ് s ടെൻസ് ടു ഇൻഫിനിറ്റി. ഹയസ്റ്റ് പവർ എടുത്തു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് s സ്ക്വയർ ആൻഡ് റിസൾട്ട് ബിക്കം 1 + 1/s². അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ s ടെൻസ് ടു ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ ദ വാല്യൂ 1/s വിൽ ടെൻസ് ടു 0. നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എസ്സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, 1/s ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ബാക്കിയുള്ള ഹയസ്റ്റ് പവർ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കും. ഇവിടെ s + 3 ഉണ്ട്, 5s + 5 ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്കൊരു s എടുക്കാം, ഇതിൽ നിന്ന് നമുക്കൊരു s പുറത്തെടുക്കാം. സോ ദ റിസൾട്ടൻ്റ് ഇക്വേഷൻ ബിക്കം s × 1 + 3/s ആൻഡ് അഗെയിൻ s × 5 + 5/s. ആൻഡ് ഇവിടെ the remaining s terms will cancel each other. Here this s square, s and s will cancel each other. And s tends to infinity, this quantity becomes 0. This quantity becomes 0, 1/s ഉള്ളതുകൊണ്ട് this quantity becomes 0. So that means the final result of this one, which is equal to ലിമിറ്റ് s ടെൻസ് ടു ഇൻഫിനിറ്റി ഞാൻ കൊടുക്കണ്ട, കാരണം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ ന്യൂമറേറ്ററിൽ 1 കാണും, ഡിനോമിനേറ്ററിൽ 1 × 5 ആൻഡ് ഇറ്റ്സ് ബിക്കം 1/5. ആക്ച്വലി ഇത് ഒരാൾ ചെയ്ത് അവസാനത്തെ സ്റ്റേജിൽ ഇവിടെ പ്ലസ് ഇട്ട് വെച്ചു, എന്തിനാണെന്ന് എനിക്കറിയില്ല. സോ ഇറ്റ് ഈസ് 1 × 5 ആൻഡ് ദ റിസൾട്ട് ഈസ് 1/5. വി ക്യാൻ ഫൈൻഡ് ദ ഇനിഷ്യൽ വാല്യൂ യൂസിങ് ജസ്റ്റ് 3 സ്റ്റെപ്സ്. അപ്പോൾ ആ 3 സ്റ്റെപ്സിന് ഫോർ ദീസ് 3 സ്റ്റെപ്സ് യു വിൽ ഗെറ്റ് 2 മാർക്ക് വെയിറ്റേജ്. പക്ഷേ നിങ്ങൾ ഇതേ കാര്യം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ കണ്ടുപിടിച്ചാൽ, മേ ബി മോസ്റ്റ് ഓഫ് ദി കേസ് അത് തെറ്റിയിട്ടുണ്ട്, കണ്ടുപിടിച്ചാലും യു വിൽ ഗെറ്റ് വെയിറ്റേജ് 0. ഓക്കെ, സോ കാരണം ക്വസ്റ്റ്യൻ്റെ എയിം ഇനിഷ്യൽ വാല്യൂ തിയറം അപ്ലൈ ആണ്, സ്റ്റേറ്റ് ഇനിഷ്യൽ വാല്യൂ തിയറം ആൻഡ് ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇനിഷ്യൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഫ്രം ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. ആൻഡ് ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇത് കണക്കൊരു ക്വസ്റ്റ്യൻ ഇനിഷ്യൽ വാല്യൂ ഉണ്ട്, നമുക്ക് ഫൈനൽ വാല്യൂ ഉണ്ട്. ഇനിഷ്യൽ വാല്യൂ t 0 ആകുമ്പം s ഇൻഫിനിറ്റി ആവും, ഫൈനൽ വാല്യൂ t ഇൻഫിനിറ്റി ആകുമ്പം ഇവിടെ s 0 ആകും. s 0 ആവുന്ന കേസിൽ വി ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് s ഈക്വൽ ടു 0, നോ ഇഷ്യൂ. s ഇൻഫിനിറ്റി വരുന്ന കേസിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, അതിൻ്റെ ഹയസ്റ്റ് പവേഴ്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. മോസ്റ്റ് ഓഫ് ദി കേസ് അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും, ഇത് കണക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഉള്ളതായിരിക്കും എക്സാമിന് ചോദിക്കുക. ആൻഡ് നെക്സ്റ്റ് പ്രോബ്ലം നമുക്കുണ്ടായിരുന്നത് ഇതായിരുന്നു, ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട്. ഇതൊക്കെ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്സിൽ ചെയ്തിട്ടുള്ളതാണെന്ന്. ബട്ട് എന്നിട്ട് റെസ്പോൺസ് വളരെ കുറവായിരുന്നു, വളരെ കുറച്ച് പേര് മാത്രമേ അത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഇതും ഒരു 3 സ്റ്റെപ്പേ ഉള്ളൂ, 3 സ്റ്റെപ്സിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. വലിച്ചു നീട്ടി ഇൻ്റഗ്രേഷനോ ബാക്കി ഇതിൻ്റെ കൺവേർഷനോ ഈ ഇൻ്റഗ്രൽ 0 to t ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനോ ഒന്നും തന്നെ അവിടെ ഇല്ല. ദിസ് വൺ വി ക്യാൻ കൺവേർട്ട്, വി ക്യാൻ ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വൺ യൂസിങ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആസ് വെൽ ആസ് ദ ഇൻ്റഗ്രേഷൻ ഇൻ ടൈം ഡൊമൈൻ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് അതേ പ്രോബ്ലം ആയിരുന്നു. സോ ഫസ്റ്റ് cos phi of t എടുക്കും, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ e⁻at ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി വെക്കും, മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ഇനി ഏതെങ്കിലും ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ടൈം ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ മാറ്റി വെക്കും, അവസാനമേ നമ്മളത് അപ്ലൈ ചെയ്യുള്ളൂ. അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ്. ഇതിനകത്ത് ഇപ്പം 3 ഓപ്ഷൻസ് ഉണ്ട്. റിസൾട്ട് 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഒരു cos 5t ഉണ്ട്, പിന്നെ അതിനെ e⁻⁻4t × cos 5t കണ്ടുപിടിക്കണം. ആൻഡ് ദെൻ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള റിസൾട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ച്വലി cos 5t അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം, cos ωt അല്ലെങ്കിൽ cos 8t വാല്യൂ, ദാറ്റ് ഈസ് s/,
a square plus a square അല്ലെങ്കിൽ 5 square, or you can write it as s by a square plus 25. You will get a weightage of 1 mark here. ഇനി ഈ ഫംഗ്ഷൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും എന്തല്ല മീൻസ് ഇ റേസ് ടു 80 മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റേസ് ടു -40 മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി നമുക്ക് ഇത് ആ മൊത്തം ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഷിഫ്റ്റ് കൊടുത്താൽ മതി. ദ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇ റേസ് ടു -40 ആയതുകൊണ്ട് വി നീഡ് ടു റീപ്ലേസ് എസ് വിത്ത് എസ് പ്ലസ് 4. ഇവിടെ -40 ആയതുകൊണ്ട് എസ് പ്ലസ് 4 ആണ്. ഇവിടെ ഇ റേസ് ടു +40 ആയിരുന്നെങ്കിൽ ഇവിടെ എസ് -4 വന്നേനെ. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ത് വരും? ആൻഡ് ഹിയർ വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 25. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. യു വിൽ ഗെറ്റ് 1 mark ഹിയർ. And the last one is integration property, integral 0 to t e raised to -40 cos 5t. അത് ചെയ്താൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ആർ അപ്ലൈയിങ് ദിസ് ഇൻറ്റഗ്രേഷൻ ടു ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ, ഈ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ജസ്റ്റ് വി നീഡ് ടു ഡിവൈഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം വിത്ത് റെസ്പെക്ട് ടു എസ്. ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രമേ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ യു ക്യാൻ ഫൈൻഡ് ദ ആക്ച്വൽ സൊല്യൂഷൻ ആസ് ഈ ഡ്യൂ ടു ഇൻറ്റഗ്രേഷൻ ദർ ഈസ് എ 1/s ഇൻറ്റു ആക്ച്വൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ റിമൈനിങ് ഫംഗ്ഷൻ 1s plus 4 divided by s plus 4 the whole square plus 25. You will get 1 mark weightage here. And ഒരുപാട് കേസിൽ ഒരുപാട് സ്റ്റുഡൻസ് ഐ ഫൗണ്ട് ദാറ്റ് ദേ ഗിവ് എസ് ഇൻറ്റു ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ പ്രീവിയസ് ഫംഗ്ഷൻ. അപ്പോൾ അവിടെ ഞാൻ 1 മാർക്ക് കുറച്ചിട്ടുണ്ട്, ബാക്കി 2 മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ എസ് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ടൈം ഡൊമൈനിൽ ഇൻറ്റഗ്രേഷൻ നടന്നാൽ ഫ്രീക്വൻസി ഡൊമൈനിൽ ഫ്രീക്വൻസി ഡിവിഷൻ അല്ലെങ്കിൽ എസ് വെച്ച് ഡിവിഷനാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് കണക്കുള്ള ഒരു ക്വസ്റ്റ്യൻ 3 മാർക്സിന് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ മേ ബി ഡെറിവേറ്റീവ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഇ റേസ് ടു -40 വരികയായിരിക്കാം, അല്ലെങ്കിൽ ഇ റേസ് ടു +40 ആവാം, ഓർ ഇ റേസ് ടു സംതിങ് വരുമായിരിക്കും. അപ്പോൾ ആദ്യം ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുക. അതിൽ എസ്സിന് എന്താണോ ഇ റേസ് ടു ഫംഗ്ഷൻ വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ആൾ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനാണ് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ എയിം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനും എയിം ചെയ്യുക, അതനുസരിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. മാർക്ക് കിട്ടിക്കാണല്ലോ, അപ്പോൾ അതനുസരിച്ച് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. And the 4th question, representation of inductor with initial condition using Laplace transform. അല്ലെങ്കിൽ we can redefine this one as inductor with initial condition in transform domain. ട്രാൻസ്ഫോം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നതിന് തന്നെ നമുക്ക് ട്രാൻസ്ഫോം ഡൊമൈൻ എന്നും സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാലും ഇതും ആക്ച്വലി നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തായിരുന്നു. ഇൻഡക്ടറിൻ്റെ കേസും കപ്പാസിറ്ററിൻ്റെ കേസും അതും നമ്മൾ 2 സർക്യൂട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു. 2 സർക്യൂട്ട് എന്ന് പറയുമ്പം ഇൻ ടേംസ് ഓഫ് കറണ്ടും ചെയ്തായിരുന്നു, ഇൻ ടേംസ് ഓഫ് വോൾട്ടേജും നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ ഇതിൽ കേസിൽ നമ്മൾ ആ ഫിഗർ വരയ്ക്കുന്നതിനാണ് 3 മാർക്കും വെയിറ്റേജ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ 1 മാർക്ക്, ആൻഡ് ദെൻ ഫിഗർ വരയ്ക്കുന്നതിന് 2 മാർക്ക്. അങ്ങനെയാണ് നമ്മൾ വെയിറ്റേജ് കൊടുത്തിരുന്നത്. If we consider an inductor with some voltage plus or minus V of t,
and an initial current I0 is flowing through this circuit. Then we can write for inductor the voltage across the inductor V of t equal to L into d by dt of I of t. And when we take Laplace transform of this one, the equation Laplace transform of this one, the result become V of t ക്ക് പകരം S വരും equal to L into, ഇതൊരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഓർ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പോകുമ്പോൾ അതെന്തുകൊണ്ട് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എസ് ഇൻറ്റു ഐ ഓഫ് എസ്. ഇഫ് വി ഹാവ് സം ഇനിഷ്യൽ കണ്ടീഷൻ വി നീഡ് ടു സബ്ട്രാക്ട് ദാറ്റ് ആൾസോ, ഐ ഓഫ് 0, ഓർ വി ക്യാൻ റൈറ്റ് ദിസ് വൺ ആസ് എൽ എസ് ഐ ഓഫ് എസ് മൈനസ് എൽ ഐ 0 എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ എഴുതുന്നതിന് ആക്ച്വലി മാർക്കുണ്ട്. ഈവൻ ദോ നമ്മൾ ഡെറിവേഷൻ ഒന്നും ഞാൻ എയിം ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇതിനെ ഈ ഇക്വേഷനായിട്ട് എഴുതുക ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ഇറ്റ്സ് ട്രാൻസ്ഫോം ഡൊമൈൻ അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഞാൻ ഫുൾ മാർക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് പേരെ അത് ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഡക്ടറിൻ്റെ കേസും ഉണ്ട്, നമുക്ക് കപ്പാസിറ്ററിൻ്റെ കേസിലും ഉണ്ട്. സോ ഹിയർ ഇൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡൊമൈൻ ദാറ്റ് വി ടി ചേഞ്ചസ് ടു വി ഓഫ് എസ്, and inductor property instead of L it changes to LS, and there is another voltage called LI0 whose direction is negative. ഇത്രയും കൂടെ ചേർന്നാലേ ആക്ച്വലി ഈ രണ്ട് ടൈം കൂടെ ചേർന്നാലേ നമുക്ക് ആക്ച്വലി എന്താവുള്ളൂ, വി ഓഫ് എസ് ആവുള്ളൂ. ആൻഡ് ഹിയർ ദ വോൾട്ടേജ് ഈസ് നെഗറ്റീവ്. സോ ആ നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ്, ഹിയർ വി വിൽ റെപ്രസെൻറ്റ് ആൻ ഇൻഡക്ടർ വിത്ത് ആൻ അനദർ വോൾട്ടേജ് സോഴ്സ്. നെഗറ്റീവ് കാണിക്കാനായിട്ട് ഹിയർ വി വിൽ ഗിവ് എ പ്ലസ് മൈനസ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് വി വിൽ മാർക്ക് ഇറ്റ് ഈസ്, ഒരു കാര്യം ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, ഹിയർ ഇറ്റ് ഈസ് ഐ ഓഫ് ടി, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വോൾട്ടേജ് വി ഓഫ് എസ്, ഹിയർ ഇറ്റ് ഈസ് ഐ ഓഫ് എസ്, കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. ആൻഡ് ആ കറണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം, എൽ എസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ഹിയർ ഇറ്റ് ഈസ് എൽ ഇൻറ്റു എസ്, എൽ എസ്. ഇൻഡക്ടറിൻ്റെ വാല്യൂ എൽ ആണെങ്കിൽ ഇറ്റ് വിൽ ട്രാൻസ്ഫോം ടു എൽ എസ് ഹിയർ, ആൻഡ് ദ വോൾട്ടേജ് അക്രോസ്, ഇനിഷ്യൽ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ ഈസ് LI0 ഡ്യൂ ടു ദ ഇനിഷ്യൽ കറണ്ട് I0 ത്രൂ ദി ഇൻഡക്ടർ, ആൻഡ് സോ ദാറ്റ് ഹിയർ വി വിൽ ഗെറ്റ് LI0. അപ്പം ഈ രണ്ട് ഫിഗർ, ഈ ഫിഗറിൽ നിന്ന് ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് എഴുതി എല്ലാവർക്കും ഞാൻ ഫുൾ വെയിറ്റേജ് ഇട്ടിട്ടുണ്ട് സീരീസ് എക്സാമിന്. ബട്ട് വളരെ കുറച്ച് പേര് മാത്രമേ അതങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ, അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് കണക്ക് തന്നെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്ത് നമ്മളിത് ഡെറിവേഷൻ എഴുതിയിട്ടുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കപ്പാസിറ്റർ വരുമ്പോൾ ഇവിടെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എഴുതണം. I ഈക്വൽ ടു സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് വരും. അവിടെ ഡെറിവേറ്റീവ് വരുന്നത് വോൾട്ടേജിനാണ്, അപ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസം വരും. The fifth question, hybrid parameter of a two-port network and draw hybrid parameter equivalent of a two-port network എന്നായിരുന്നു. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് അറിയില്ല, കുറച്ച് പേരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഹൈബ്രിഡ് പാരാമീറ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പാരാമീറ്റർ നമ്മൾ പറയുന്നത് ഫോർ എ ടു പോർട്ട് നെറ്റ്വർക്ക് വി ഹാവ് ടു ഇൻപുട്ട് ക്വാണ്ടിറ്റീസ് ആൻഡ് ടു ഔട്ട്പുട്ട് ക്വാണ്ടിറ്റീസ്. ഇൻപുട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് V1 ആൻഡ് I1, ആൻഡ് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് V2 ആൻഡ് I2. ഇത് വെച്ച് നമ്മൾ ആക്ച്വലി 6 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് അതിൽ ഹൈബ്രിഡ് പാരാമീറ്റർ, ആ പേര് ശ്രദ്ധിച്ചാൽ മതി. ഹൈബ്രിഡ് പാരാമീറ്റർ നമ്മൾ 2 പാരാമീറ്റേഴ്സിന് അല്ലെങ്കിൽ നെറ്റ് ഓഫ് ഫംഗ്ഷനിൽ നമ്മളിതിൽ ഏതെങ്കിലും 2 വേരിയബിളിനെ റിമൈനിങ് 2 വേരിയബിൾസ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ V1 I1 ആണെങ്കിൽ നമുക്ക് V2 I2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, V1നെയും I1നെയും. അല്ലെങ്കിൽ V1നെയും V2നെയും നമുക്ക് I1 I2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദർ ആർ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ഇൻ ഹൈബ്രിഡ് പാരാമീറ്റർ, that time hybrid means one parameter is from port 1 and another parameter is from port 2. ഹൈബ്രിഡിൻ്റെ മീനിങ് 2 ഡിഫറെൻറ്റ് പോർട്ടിലെ പാരാമീറ്റർ. ഹൈബ്രിഡ് 2 ഡിഫറെൻറ്റ് പോർട്ടിലെ പാരാമീറ്റേഴ്സാണ് അവിടെ
represent ചെയ്യുന്നത്. So here we will represent parameters from port 1 V1 and port 2 I2. V1നെയും V2നെയും നമ്മൾ റിമൈനിങ് പാരാമീറ്റേഴ്സിൻ്റെ ഫങ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് പോർട്ടിൽ I1ഉം സെക്കൻഡ് പോർട്ടിൽ V2ഉം കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് റെപ്രസെൻറ്റിങ് യൂസിങ് ദ പാരാമീറ്റർ ഹൈബ്രിഡ് Hij. ആ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദ ഇക്വേഷൻ ബിക്കം V1 equal to H11 I1 plus H12 V2 and I2 equal to H21 I1 plus H22 V2. ആൻഡ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഹിയർ ദ ഫസ്റ്റ് പാരാമീറ്റർ ഈസ് വോൾട്ടേജ്. ഇപ്പോൾ വോൾട്ടേജ് നമ്മളെപ്പോഴും സീരീസ് ആയിട്ടാണ് വരയ്ക്കുക. ഹിയർ ദ സെക്കൻഡ് പാരാമീറ്റർ ഈസ് കറണ്ട്. കറണ്ട്സ് ആഡ് ചെയ്യണം. ഇവിടെ രണ്ട് കറണ്ട്സ് ആഡ് ചെയ്തിരിക്കുകയാണ്. കറണ്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് പാരലൽ നെറ്റ്വർക്ക്. അപ്പോൾ പാരലൽ സർക്യൂട്ട് വരച്ചാലേ പറ്റുള്ളൂ. വോൾട്ടേജ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ സീരീസ് ആയിട്ടാണെങ്കിലാണ് രണ്ട് വോൾട്ടേജ് ആഡ് ആവുക. അപ്പോൾ ഇവിടെ രണ്ട് സീരീസ് ആണ്. അപ്പോൾ രണ്ട് വോൾട്ടേജിൻ്റെ സമ്മ് V1 വരണമെങ്കിൽ ഇത് രണ്ടും സീരീസ് ആയിട്ട് ആഡ് ചെയ്യണം. സോ അതിൻ്റെ നമ്മൾ റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്നത് വിൽ ടേക്ക് ദിസ് വൺ. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് പ്ലസ് ഓർ മൈനസ് V1 മാർക്ക് ചെയ്യും. ആൻഡ് ദിസ് വിൽ ബി ദ ലോവർ പോർട്ട്. ഹിയർ പ്ലസ് ഓർ മൈനസ് V1 ഈസ് ദെയർ. ഈ V1 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? H11 I1 പ്ലസ് H12 I2. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് പോർട്ടിലെ കറണ്ട് I1 ആയതുകൊണ്ട് ദാറ്റ് I1 വി നീഡ് ടു മൾട്ടിപ്ലൈ ദാറ്റ് I1 വിത്ത് എ പാരാമീറ്റർ കാൾഡ് H11. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ മീനിങ് ഇവിടുത്തെ വോൾട്ടേജ് H11 ഇൻറ്റു കറണ്ട് ഇൻ ദാറ്റ് സർക്യൂട്ട് ആൻഡ് ഇറ്റ് ഈസ് H11 ഇൻറ്റു I1. അതിൻ്റെ കൂടെ ഈ വോൾട്ടേജ് ആഡ് ചെയ്യണം. ഈ വോൾട്ടേജ് ആക്ച്വലി ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു V2 എന്ന് വെച്ചാൽ സെക്കൻഡ് പോർട്ടിലെ പാരാമീറ്ററാണ്. സെക്കൻഡ് പോർട്ടിലെന്ന് പറയുമ്പോൾ വി നീഡ് ടു റെപ്രസെൻറ്റ് ആസ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആൻഡ് സോ വി നീഡ് ടു റൈറ്റ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. നമ്മൾ ഡയമണ്ട് ഷേപ്പ് കൊടുക്കും. ആൻഡ് പ്ലസ് ആയതുകൊണ്ട് ഹിയർ വി വിൽ യൂസ് പ്ലസ് മൈനസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് H12 V2. ഇതിങ്ങനെ കൊടുക്കാൻ കാരണം H12 V2 എന്ന് പറയുന്നത് സെക്കൻഡ് പോർട്ടിലെ ഒരു പാരാമീറ്ററാണ്. അത് ഫസ്റ്റ് പോർട്ടിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയിട്ട് കാണിച്ചു. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സെക്കൻഡ് പോർട്ടിലുള്ള വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ഡിപ്പെൻഡൻസ് ഈസ് H12. ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് കൊടുക്കാൻ കാരണം ഇതിൻ്റെ കൂടെ ഈ വോൾട്ടേജ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ കറണ്ട് H11 പാസ് ചെയ്യുകയാണെങ്കിൽ ദ വോൾട്ടേജ് ഈസ് പ്ലസ് മൈനസ്. സോ രണ്ടിൻ്റെയും ഡയറക്ഷൻ, രണ്ടിൻ്റെയും പ്ലസ് മൈനസ് ഒരേ രീതിയിലാവാനാണ് നമ്മൾ ഈ ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സിമിലർലി നമ്മളിതിന് സെക്കൻഡ് പോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കറണ്ടാണ്. സോ കറണ്ട് നമുക്ക് സീരീസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വോൾട്ടേജ്, രണ്ട് വോൾട്ടേജും സീരീസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. കറണ്ട്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കറണ്ട് എങ്ങനെ കൊടുക്കണം? പാരലലായിട്ട് കൊടുക്കണം. സോ വിൽ കണക്ട് ഹിയർ പ്ലസ് ഓർ മൈനസ് V2 വോൾട്ടേജ് we need to mark, and here we will mark I2. I2 consists of two components. എന്ന് പറയുന്നത് H21 I1 എന്നാണ് ഒന്ന്. ദാറ്റ് മീൻസ് I2 ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫസ്റ്റ് പോർട്ടിലെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് ആയതുകൊണ്ട് അത് പാരലായിട്ട് കാണിച്ചു. ആൻഡ് in the same direction of I2 we will mark I2. It is H21 I1 dependent source, and next is I2 is dependent on V2 with respect to H22. So H22 കാണിക്കണം. H22 into V2 ആണ് നമുക്ക് ആക്ച്വലി എന്ത് വരേണ്ടത്? രണ്ടാമത്തെ കറണ്ട് വരേണ്ടത്. to indicating that here we will write a current source whose value is H22.
സോ വാല്യൂ ഓഫ് I1 ഈസ് നത്തിങ് ബട്ട് V2 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഡിവൈഡഡ് ബൈ H22 ആണ് വരേണ്ടത്. അപ്പം ഈ പോയിൻറ്റിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് അക്രോസുള്ള വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ എന്താണോ ഇവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് നമ്മൾ H22 എന്ന് കൊടുത്താൽ V2 ഡിവൈഡഡ് ബൈ H22 ആയിരിക്കും വരിക. കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് I2 ഈസ് സംതിങ് പ്ലസ് H22 ഇൻറ്റു V2 ആണ്. അങ്ങനെ ഇൻറ്റു വരാനാണ് നമ്മൾ എന്ത് ചെയ്തത്? 1/H22. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കം V2 വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1/H22 വിച്ച് ഇസ് ഈക്വൽ ടു H22 ഇൻറ്റു V2 എന്ന് വരും. ഇത് കണക്ക് നമുക്ക് റിമൈനിങ് പാരാമീറ്റേഴ്സിന് വരയ്ക്കാം. ഇംപിഡൻസ് പാരാമീറ്റേഴ്സിനും അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സിനും നമ്മൾ വരച്ചിട്ടുണ്ട്. ABCD പാരാമീറ്ററിന് അത് എക്സസ് ചെയ്യില്ല, ബിക്കോസ് രണ്ട് ഡിഫറെൻറ്റ് പോർട്സിൽ മാത്രമേ എന്ന് വെച്ചാൽ വി ക്യാൻ റെപ്രസെൻറ്റ് ABCD പാരാമീറ്റർ ഓൺലി യൂസിങ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നും അവിടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഒന്നും നമുക്ക് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് ഇല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇത് മൂന്ന് കേസസിലുണ്ട്. ഇംപിഡൻസ് Z പാരാമീറ്ററിനുണ്ട്, Y പാരാമീറ്ററിനുണ്ട്, H പാരാമീറ്ററിനും നമ്മൾ അതിൻ്റെ ഇക്വാലൻ്റ് നെറ്റ്വർക്ക് വരയ്ക്കാൻ പഠിക്കുന്നുണ്ട്. അതൊന്ന് നോക്കി വെക്കുക. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വോൾട്ടേജസ് ആണെങ്കിൽ അത് സീരീസ് ആയിട്ട് ആഡ് ചെയ്യണം. കറണ്ടാണ് ഇക്വേഷൻ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പാരലായിട്ട് എടുക്കണം. അപ്പോൾ ഈ കറണ്ട് ഇവിടെ വോൾട്ടേജിൻ്റെ കൂടെ സംതിങ് മൾട്ടിപ്ലൈ ചെയ്താണ് വരുന്നതെങ്കിൽ അവിടെ അത് ഡിവൈഡ് ചെയ്ത് എഴുതിയാലേ ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ നടക്കുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, ഡിറൈവ് ദ കണ്ടീഷൻ ഓഫ് റെസിപ്രോസിറ്റി ഇൻ ABCD നെറ്റ്വർക്ക്. ആക്ച്വലി ABCD നെറ്റ്വർക്കിൻ്റെ റെസിപ്രോസിറ്റിയുടെ കണ്ടീഷൻ നമുക്ക് വരുന്നത് സംതിങ് AD മൈനസ് BC ഈക്വൽ ടു 1 എന്നാണ്. ഇത് എഴുതി എല്ലാവർക്കും ഞാൻ 1 മാർക്ക് ഇട്ടിട്ടുണ്ട്. ഫോർ ദ ഡെറിവേഷൻ 2 മാർക്സ് ആണ്. അപ്പം ഡെറിവേഷൻ എനിക്ക് തോന്നുന്നു 2 പേരെന്തേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു റെസിപ്രോസിറ്റിയുടെ കൺസെപ്റ്റ് ഡിറൈവ് ചെയ്യാനായിട്ട്. ബാക്കി ആരും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടില്ല. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു, ഇതിൻ്റെ റെസിപ്രോസിറ്റി ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. ഇംപിഡൻസ് പാരാമീറ്ററിന് നമ്മൾ ചെയ്തു, ABCD പാരാമീറ്ററിന് ചെയ്തു. ബിക്കോസ് ABCD പാരാമീറ്റർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്രോസിറ്റി ഡിറൈവ് ചെയ്തത് ക്ലാസ്സിൽ. കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളത് ചെയ്തത്. അപ്പോൾ ഈ റെസിപ്രോസിറ്റി ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഒരു പോർട്ടിൽ ഇൻപുട്ട് കൊടുക്കും, രണ്ടാമത്തെ പോർട്ടിൽ കറസ്പോണ്ടിങ് കറണ്ട് കണ്ടുപിടിക്കും. തിരിച്ച് വെക്കുമ്പോഴും അതേ കറണ്ട് കിട്ടാനുള്ള കണ്ടീഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. സോ വാട്ട് വി ഡിഡ്, we will take a 2-port network. First we need to write the ABCD parameter actually. Here we will give VS, and here we will measure IL or I2, you can write something, and here we will measure I1. and ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യും. അതിനൊക്കെ രണ്ടാമത്തെ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ സർക്യൂട്ടിലാണെങ്കിൽ തിരിച്ച് ഒരു മിനിറ്റ്, തിരിച്ച് നമ്മൾ VS will be separated at the second port, and first port നമ്മൾ ഷോർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കും. ഇവിടെ VS2 കൊടുക്കാം നമുക്ക്, സെക്കൻഡ് പോർട്ട് ആയതുകൊണ്ട് IL2 കൊടുക്കാം ലോഡ് കറണ്ട്. ഇവിടെ VS1, ഹിയർ ആൾസോ IL1 we will give. നമ്മൾ ജസ്റ്റ് ഒരു നൊട്ടേഷൻ, ഫസ്റ്റ് ഒരു സോഴ്സ് കൊടുത്തു, ആ സോഴ്സ് കാരണം ഇവിടെ ലോഡ് കറണ്ട് IL1 ഉണ്ടായി. ഇവിടെ ഒരു സോഴ്സ് കൊടുത്തു, അത് കാരണം ഒരു ലോഡ് കറണ്ട് IL2 ഉണ്ടായി. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ കണ്ടീഷൻ ഫോർ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ VS1 by IL1 ഈസ് ഈക്വൽ ടു VS2 by IL2 ആകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ഡിറൈവ് ചെയ്യാണ് നമ്മുടെ. അല്ലെങ്കിൽ ഈ റേഷ്യോ സെയിം ആണെങ്കിൽ മാത്രമേ ഈ നെറ്റ്വർക്ക് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ABCD പാരാമീറ്റർ ഉള്ള ആ നെറ്റ്വർക്ക് എന്താവുള്ളൂ, റെസിപ്രോക്കൽ എന്ന്, അല്ലെങ്കിൽ അതിന് റെസിപ്രോസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു,
ഒരു ABCD പാരാമീറ്റർ എടുത്ത് എഴുതുമായിരുന്നു. ABCD പാരാമീറ്ററിൽ ABCD പാരാമീറ്റർ ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ്. സോ we will represent V1 I1 as a function of V2 minus I2 ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ABCD പാരാമീറ്ററിന് മാത്രം നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു ഞാൻ ക്ലാസ്സിൽ. രണ്ടാമത്തെ -I2 ആണ്. സോ V1 we can write it as A V2 minus B I2, I1 equal to C V2 minus D I2 എന്നാണ്. ആൻഡ് ഇൻ കേസ് 1 എന്ന് പറയുന്നത് ഹിയർ ദ കേസ് 1 what we will write, we will assume that V1 equal to Vs1 and V2 equal to 0 ആണ്. V2 ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഷോർട്ട് ചെയ്തു, ഇവിടെ സോഴ്സ് കൊടുത്തു. ആൻഡ് I1 തന്നെയാണ്, I2 IL1 ആണ്. I1 equal to I1 itself and I2 equal to IL1. അപ്പം നമ്മൾ ഈ എഴുതിയ കണ്ടീഷൻസ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get V1 equal to first V2 0 ആയി പോകും. Here it is B, we will get V1 equal to Vs1 which is equal to minus B IL1, or we'll get Vs1, നമുക്ക് Vs1 by IL1 മതി. സോ Vs1 by IL1 equal to minus B എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ആൻഡ് സിമിലർലി ഇൻ കേസ് 2 എന്ന് പറയുമ്പം we are moving to this circuit. അവിടുത്തെ കണ്ടീഷൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ടാമതൊരു കണ്ടീഷനാണ്. നമ്മൾ ഇൻപുട്ട് എവിടെ കൊടുക്കുന്നു, സെക്കൻഡ് പോർട്ടിൽ കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമ്മൾ ഫസ്റ്റ് പോർട്ടിൽ നിന്ന് മെഷർ ചെയ്യുന്നു. സോ ഇൻ ദിസ് കേസ് V1 0 ആണ്, ബട്ട് V2 ഈക്വൽ ടു Vs2 ആണ്. ആൻഡ് I2 ഈസ് I2 ഇറ്റ്സെൽഫ്, നമ്മളിവിടെ I2 മാർക്ക് ചെയ്തില്ല. I2 ഈസ് I2 ഇറ്റ്സെൽഫ് ഇൻ ടു ദി സർക്യൂട്ടാണ്. ആൻഡ് I1 ഈക്വൽ ടു, ആക്ച്വലി I1 ശ്രദ്ധിക്കണം, ആക്ച്വലി I1 ഇങ്ങോട്ടാണ് നമുക്ക് വരേണ്ടത്. വി മാർക്ക്ഡ് IL ഈസ് ഔട്ട് സൈഡ്. സോ അവിടെ പ്രീവിയസ് കേസിലും എനിക്ക് ആ മിസ്റ്റേക്ക് പറ്റി. I made a mistake here it is I2 is into the circuit. സോ ഇവിടെ I2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -IL ആണ്. സോ ഹിയർ ഇറ്റ് ബിക്കം പ്ലസ് B ആൻഡ് ഹിയർ ആൾസോ പ്ലസ് B എന്ന് വരും. ആൻഡ് ഹിയർ നമ്മൾ അതൊന്ന് നോട്ട് ചെയ്തേക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് ഡെറൈവ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടാണ് വന്നത്, പ്ലസ് B ആണ് വരേണ്ടത്. ഹിയർ ഇറ്റ് ഈസ് I1 ബിക്കം -IL2. then we need to substitute these quantities in our ABCD parameters. അപ്പോൾ അവിടെ ഫസ്റ്റ് V1 0 ആണ്. V1 0 ആയി കഴിഞ്ഞാൽ 0 ഈക്വൽ ടു V2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Vs2 മൈനസ് BI2, or we can write Vs2 എന്ന് പറയുന്നത് B/A I2 എന്ന് നമുക്ക് വരും. ഹിയർ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇത് എഴുതാൻ പറ്റും. അതിനകത്ത് നമുക്ക് Vs2 കണ്ടുപിടിക്കാം. Vs2 ഈസ് B/A I2 എന്ന് വരും. ആൻഡ് ഹിയർ I1 ഈസ് ഗിവൺ ടു -IL2. സോ -IL2 ഈസ് ഈക്വൽ ടു C Vs2. V2ൻ്റെ വാല്യൂ Vs2 ആണ്. ആൻഡ് മൈനസ് D I2. Okay, D I2. Actually we need to change this I2 from this equation. So അതിന് വേണ്ടി നമ്മൾ ഇതിനെ മാറ്റി എഴുതിയാണ്. Here we can write I2 equal to A/B Vs2. So it is C Vs2 minus D into A/B Vs2, or B cross multiply that, it become Bc minus DA/B into Vs2 എന്ന് വരും. Okay, or we can find the value of Vs2, the source 2 by IL2
തിരിച്ചടിക്കുകയാണ്. ഇപ്പം ഇവിടെ IL2 ഈക്വൽ ടു ദിസ് 1 ഇൻറ്റു VS2 ആണ്. നമ്മൾ VS2 ഡിവൈഡഡ് ബൈ IL2 എഴുതിയാൽ ഇറ്റ്സ് ബിക്കം B ബൈ AD മൈനസ് BC എന്ന് വരും. ഒരു മൈനസ് ടൈം കൂടെ ഉള്ളതുകൊണ്ട്, ഈ ഒരു മൈനസ് കൂടെ ഉള്ളതുകൊണ്ട്. ആൻഡ് ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് റെസിപ്രോസിറ്റി. ഇത് രണ്ടും എന്താവണം? സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ടൈം, ഈ ഡിനോമിനേറ്റർ ടൈം 1 ആവണം, അല്ലെങ്കിൽ AD മൈനസ് BC ഈക്വൽ ടു 1 ആവണം. യൂഷ്വലി എക്സാമിന് ഇറ്റ് മേ ബി എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ 3 മാർക്സിനാണ് ചോദിച്ചത്. മേ ബി എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതാണ് റെസിപ്രോസിറ്റിയുടെ കണ്ടീഷൻ ഡെറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്, ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നത്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ എയിം? ഇപ്പോൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായി നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേഷനോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉപയോഗിക്കേണ്ടതില്ല. ആൻഡ് അത് ഇനിഷ്യൽ വാല്യൂ തിയറം, വി മസ്റ്റ് യൂസ് ഇനിഷ്യൽ വാല്യൂ തിയറം, അതായിരുന്നു ഇതിനകത്ത് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഒരു കേസ്. അപ്പോൾ ഇത് ഇത്രയൊന്ന് നോക്കുക. ഇതിൽ നിന്ന് നമ്മുടെ സ്വന്തം മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, കുറേ പേർക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ബട്ട് നോട്ട് ടു ദി ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല വന്നിരുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.